ഏറ്റുമാനൂർ ബാറോ? കാത്തു ബാറൊക്കെ കണ്ടുപിടിച്ച സ്ഥലം. അപ്പൊ ഇന്ന് നമ്മൾ അമ്മമ്മ വീട്ടിൽ പോവാണ്. എവിടെയാ അമ്മമ്മ വീട്? കിഴുവൻകുളം. കിഴുവൻകുളം എവിടെയാണ്? അറിയാവോ? കിഴുവൻകുളം എവിടെയാണെന്ന് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? കിഴുവൻകുളം പാലായ്ക്ക് പോകുന്ന വഴിക്കാണ്. കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ, പാല, ആ റൂട്ടാണ് കിഴുവൻകുളം. ഇപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജ് എത്തി. ഹോസ്പിറ്റൽ ഈ മെഡിക്കൽ കോളേജിൽ ഇന്ന് തിരക്ക് കുറവാണല്ലോ. ആര് പറഞ്ഞത് തിരക്ക് കുറവാണ്? വഴിയിലൊക്കെ തിരക്ക് കുറവാണല്ലോ. ശരി, വീട്ടിൽ തന്നെ ഇരുന്നോട്ടോ. അമ്മമ്മ വീട്ടിൽ ഇരിക്കാവോ? മെഡിക്കൽ കോളേജ് കഴിച്ചെന്ന്. അയ്യേ, അമ്മമ്മ ഒന്നും ഉണ്ടാക്കിയില്ല, പിന്നെ ഞങ്ങൾ എന്തിനാ വരുന്നത്? അത് ശരി, നിങ്ങളൊക്കെ പോരോ? ശരി. ഞാനതാ കത്തുന്റെ ചിരി കണ്ടപ്പോഴത്തേക്ക് ആണ് പറഞ്ഞത്, പിള്ള മനസ്സിൽ ചക്കര. കല്ലൂര് പാട്ട് പാടിക്കണം. ഓണാ വരാൻ പോകുന്ന, ക്രിസ്മസ് അല്ല. ഓണത്തിന്റെ പാട്ട് വല്ല ആ പാട്ട് അത്ര അറിയാമോ? പിന്നെ നമുക്ക് അങ്ങോട്ട് വന്നാ പോലെ. വേറെ ഏതെങ്കിലും അറിയാവുന്ന ഏതാ പാട്ടുള്ളേ? ഏതാ? തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകൊള്ളിക്കുന്നതാര്, അന്നു തൊട്ട് ഇന്നു തൊട്ട് അക്കുത്തിക്കുത്തോട് മാറ് തോവിളിച്ചും കമല ഞാനൊന്ന് കണ്ടേ ചെന്നമിഴിൻ തേങ്കുടങ്ങേ പൂങ്കുയിൽ പാടുന്ന കേട്ടേ പാടുന്ന കേട്ടേ ശേലാണ് എന്റെ ഗിനവാ
രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സാണോ? യെസ് കോസ്റ്റം കൈ പൊക്കിയ വയറ് കാണാം. കൈ പൊക്കിയ വയറ് കാണാന്നാണ് അത് കൊള്ളാലോ. ഏറ്റുമാനൂർ ബാറോ? ബാറൊക്കെ കണ്ടുപിടിച്ച സ്ഥലം. ഏറ്റുമാനൂർ അമ്പലം. ഏറ്റുമാനൂർ അമ്പലം. ഏറ്റുമാനൂര് ഏതമ്പലമാ? ഏത് ദൈവത്തിന്റെ അമ്പലം? ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പറ. മഹാദേവ ക്ഷേത്രം. ഇവിടെ ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഏറ്റുമാനൂർ അമ്പലത്തിന് ഇവിടെ ഉത്സവത്തിന് നമ്മള് കണ്ടിട്ടില്ലേ സ്വർണം കൊണ്ടുള്ള കണ്ടിട്ടില്ലേ? 7 ആന ഒരു ചെറിയൊരു ആരയാണ് കണ്ടിട്ടില്ലേ? അമ്മമ്മ വീട്ടിൽ അമ്മമ്മയൊന്നും ഉണ്ടാക്കില്ല. അമ്മമ്മ തന്നെ ഉള്ളത് കൊണ്ട് ഇച്ചിരി ചോറും ഇച്ചിരി കറി ഉണ്ടാക്കിയുള്ളൂ. ചിറ്റാപ്പി ഇല്ല. ചിറ്റാപ്പി എന്നും ഞായറാഴ്ച വീട്ടിൽ പോകില്ലേ. അത് കാരണം അവളിക്ക് വൈകിട്ടല്ലേ വരത്തുള്ളൂ. നമുക്ക് പിന്നെ വാങ്ങിച്ചിട്ട് പോണം. അല്ല ഇവിടുന്ന് മന്തി കിട്ടുമോ? മന്തി കാണും. അല്ല അവിടെ നിന്ന് തുറക്കുവാണെങ്കിലേ ഇവിടെയല്ലേ മന്തിക്കട? അല്ല അതെ ഇത് ഇവിടെ കുഴിമന്തിക്കട. കാരണം ഈ സമയം നമുക്കല്ലേ ഞായറാഴ്ച തുറക്കാം. മന്തിയുണ്ട്. യമൻ മന്തി ഇവിടെയായിരുന്നു. കുഴിമന്തി വാങ്ങിയാ പോവാണ്. അമ്മമ്മ വീട്ടിൽ എന്നാക്കിയാ കാണാനുള്ളത്? അമ്മമ്മ വീട്ടില് മരങ്ങൾ, പുഴ, കാടല്ല കാത്തത്, റബ്ബർ മരം. റബ്ബർ മരം. പിന്നെ നമ്മള് അമ്മമ്മ വീട്ടിൽ പോകുമ്പോഴത്തേക്കും മിക്കവാറും പോയിട്ട് നിന്ന് കഴിയുമ്പോഴത്തേ അവിടെ പോയി നിക്കുമ്പോഴേ പിന്നെ നമ്മൾ അങ്ങോട്ട് കേറി ചെല്ലുമ്പം റോക്കി. അത് വേറൊരു പ്രത്യേകതയുണ്ട് അമ്മമ്മ വീട്ടില്. സ്റ്റെപ്പ്. അതും 42 എണ്ണം. 43 സ്റ്റെപ്പ് ഉണ്ട്. 43 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ചെയ്യാൻ. ഇതൊന്നും കാടല്ല. രണ്ട് സൈഡിൽ ഇഷ്ടം പോലെ നല്ല വീടുകളുണ്ട്. ആ വീട്ടുകാര് ഒക്കെ കൂടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളും ഇതൊക്കെ പഴയ വീടുകളാണ്. ഇതൊക്കെ പഴയ വീടുകളാണ്. ഇത് ഇവിടെ കാണിച്ചത് മീനച്ചിലാറ്. ഇത് മീനച്ചിലാറ് കാണാവോ? മീനിടണം എന്നല്ല, മീൻ പിടിക്കണം. വെള്ളം പൊങ്ങുമ്പോഴത്തേക്കും അങ്ങ് നല്ല രീതിയിൽ
അറിയോ? കിടങ്ങൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പ്രാർത്ഥിച്ചേ. ഇവിടെ വന്നിരിക്കുന്ന ഓർക്കുന്നുണ്ടോ ഉത്സവത്തിന്? ഇവിടെ വന്ന് ഇവിടുത്തെ പ്രത്യേകത എന്നാന്നറിയാവോ? സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പ്രവേശനമില്ല. പ്രവേശനമില്ലെന്നല്ല, ശ്രീകോവിലിന് അടുത്ത് അല്ലേ? വേറെ പ്രത്യേകത എന്നാന്ന് വെച്ചാ നമ്മുടെ അമ്പലത്തിന് പുറത്ത് നമ്മളെന്താ വാങ്ങി? മുട്ട. അത് ഇവിടത്തെ ഉത്സവത്തിന് വരുമ്പോഴത്തേക്ക് നമ്മള് അവിടെ മുട്ട കഴിക്കത്തില്ലേ? ഇവിടുത്തെ ഉത്സവത്തിന് വരുമ്പോഴത്തേക്കാണ് വഴി സൈഡില് എല്ലാം ഇതുപോലെ മുട്ട കച്ചവടം. പുഴുങ്ങിയ മുട്ട, മറ്റേ മുളക് പൊടി, പുഴുങ്ങിയ മുട്ട, ഉപ്പിനകത്തിട്ട് വേവിക്കുന്ന മുട്ട. അത് ഉപ്പ് ചേർത്തിട്ടല്ല, വെള്ളത്തിനകത്ത് ഉപ്പിട്ടിട്ട് വരാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം മുട്ട കഴിച്ചില്ലേ? മുട്ട കഴിച്ചില്ല. മുട്ട ഉണ്ട്, പിന്നെ ചേന, കാച്ചില് അങ്ങനെയുള്ളതിന്റെ വിത്ത് കാര്യങ്ങളൊക്കെ. ഉണക്കമീൻ, ചെമ്മീൻ, ഉണക്ക ചെമ്മീനൊക്കെ കിട്ടും. ഇവിടെ നിന്നിട്ട് കാട് തുടങ്ങുക. കാടല്ല, രണ്ട് സൈഡില് റബ്ബറ. കണ്ടോ? പറഞ്ഞോ. കല്ല് കുഴിമന്തിയുടെ കാര്യം ഇതുവരെ വിട്ടില്ല. അവർക്ക് മണം വന്നിട്ട് കൊതി വന്നിട്ട് മേലെ കുഴിമന്തി. നമ്മൾ അമ്മമ്മ വീട്ടിൽ ചെല്ലുന്നു, കുഴിമന്തി കഴിക്കുന്നു, തിരിച്ചു പോയി. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. കണ്ടോ? ഇവിടെ എല്ലാം കാടാ, റബ്ബർ മരങ്ങളാ മൊത്തം. അച്ചി കാത്തുകൊണ്ടായി കിടന്ന സമയത്ത് അച്ചി വൈകിട്ട് വരുമ്പോഴത്തേക്കാ ഇതിന്റെ ഭീകരത മനസ്സിലാക്കുക. രാത്രി ലൈറ്റ് പോലും ഇല്ല. രാത്രിയില്ല വരുമ്പോ ഒറ്റ ലൈറ്റില്ല, കുഞ്ഞിരുട്ട, ഭയങ്കര ഇരുട്ട്. മൊത്തം ഈ ചീവീടില്ലേ, കുറ്റാക്കൂലി ഇരുട്ട. ചീവീടിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട്, പിന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മള് ശരിക്കും പേടി വരുന്നു. മഴയല്ലേ, മഴ സമയല്ലേ, അതുകൊണ്ട് എല്ലാം നന്നായിട്ട് കുത്തി കയറിയതാണ്. അമ്മയുടെ വീട്ടിലെത്താൻ പോവാ. ഇവിടുന്ന് തിരിഞ്ഞു പോയാൽ അവിടെ ചെല്ലുമ്പോ ചുറ്റാപ്പടി വീട് പണിയാൻ തുടങ്ങിയില്ലെന്നോ. അവിടെ വലിയ അവിടെ ചെളിയായിരിക്കും. കല്ലൂർ ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് അമ്മമ്മ വീട്ടിലോട്ട് എത്തിയെന്ന്. അമ്മമ്മ വീട്ടിലോട്ട് പ്രശ്നമില്ല. ഒറ്റ ഇതിലെ വീട് പോണം. ഇവിടെ വണ്ടി ഇരിക്കാൻ പറ്റൂടി, നമുക്ക് തിരിച്ചിടാം അല്ലേ? ഇനിയിപ്പം അമ്മമ്മ വീട്ടിലെ കുറച്ച് കാഴ്ചകളും കൂടി കാണാം അല്ലേ? റോക്കി അവിടെ നിന്ന് കുറയ്ക്കുന്ന പോട്ടെ. ഇവിടെ വീട് പണിയുടെ കേറിക്കോ.
നി- അത് ആ കാണുന്ന അത്രയും അത് മൊത്തം കല്ലാണ്. അയ്യോ വരുന്നടോ. നമുക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ആ എണ്ണിക്ക്. 1 2 3 4 5 6 7 8 9 10 അട്ടയോ? ആ റോക്കി കിടന്ന് കുറയ്ക്കുന്നത് നമ്മളാണെന്ന് മനസ്സിലായേ. അയ്യോ ഇതാ അവിടെ പുതിയ വീട് വന്നു കഴിയുമ്പം പിന്നെ ആ കയറ്റം കുറയും. എന്നാലും ഇത് ഒരു നൊസ്റ്റാൾജിയ. അയ്യോ ആണ്ട റോക്കി. എന്നാടാ? ഓ ആ അവൻ ഇങ്ങനെ ചാടിച്ചാടി നിൽക്കുക. എന്നാടാ? ആ ആ ആ ഓക്കെ 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 മതി മതി. ഇനി നിന്നെ ആ ഇതാണ് അമ്മൂമ്മയുടെ വീട്. അതിന്റെ പേരൊന്നും ആ സാധനമാണോ? ആ അത് തന്നെ നടന്നീണ്ടി. നറുനീരിയുടെ കിഴങ്ങ് കിട്ടും ഇവിടെ പറമ്പിലൊക്കെ ഉണ്ട്. അതിന്റെ വേറെ അല്ലെങ്കിൽ ചെറിയ കിഴങ്ങ്. വിശപ്പില്ലാത്ത ആള് കുഴിമന്തി കണ്ടപ്പോഴത്തേക്കും വിശന്ന് ഒരു രക്ഷയില്ലാത്ത കുഴിമന്തി കഴിക്കുക. എന്നാക്കിയാ കഴിക്കുന്നത്? മയനൈസും ചിക്കനും കുഴിമന്തി. ബാക്കി രണ്ടുപേരും കൊതിയോടെ നോക്കിയിരിക്കുക. കാത്തൂനും പോയി എടുത്ത് കഴിക്കടാ. അങ്ങനെ വിശക്കുന്നില്ലേ? കാല് മാറ്റി. ആ ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണോ? റോക്കിക്ക് മണം കിട്ടി. റോക്കിക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് റോക്കി കരയുന്നു. കുഴിമന്തി കുഴിമന്തി എന്ന് പറഞ്ഞു. അച്ചു കൈ കഴുകി. ഇത് കണ്ടോ? അച്ചു കൈ കല്ലു കൈ കഴുകിയോ? അല്ലാണ്ട് ചേച്ചി ഇപ്പം കൈ കഴുകിയിട്ട് വരുന്നതേ ഉള്ളൂ.
വാ അവിടെ വന്നിരിക്കേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അമ്മമ്മ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ടും ചെയ്യണേ. ബൈ.